ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റിയ അടിപൊളി കറിയാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ആദ്യം നമുക്കൊരു കുക്കർ എടുത്ത ശേഷം അതിലേക്ക് ഒരു 3 ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ കഷ്ണിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ സാമ്പാറിൻ്റെ പരിപ്പുണ്ടല്ലോ, അതും ഒരു പിടി നമുക്ക് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേവാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം ഒരു 1/2 സ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലിൽ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. അതിന് ശേഷം നമുക്ക് ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 6 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ വട്ടത്തി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് മൂത്ത് വരുമ്പം ഒരു 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കരിയാപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ശകലം ഉപ്പും കൂടെ ചേർത്താട്ടോ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടുക. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് 2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് പെട്ടെന്നൊന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ കറിയിൽ വേവാൻ വേണ്ടി വെച്ചപ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, കിഴങ്ങ് വേവാൻ നേരമേ. അപ്പം ഉപ്പ് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇതിപ്പോൾ നല്ലതുപോലെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇത് വഴണ്ട് വന്ന ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ എരിയുള്ള മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ വഴറ്റി കൊടുക്കാം. വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ മഞ്ഞൾപ്പൊടി മുളക് പൊടി മാത്രം മതിയേ, മല്ലിപ്പൊടിയൊന്നും വേണ്ട കേട്ടോ. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറിയ ശേഷം ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, നല്ല പഴുത്ത തക്കാളിയാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നല്ലതുപോലെ തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരണേ. അപ്പം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ. അടിപൊളി കറിയാട്ടോ. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുമേ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടുമേ. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തവി കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതിയേ. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പരിപ്പും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പായാലും മതി. ഇനി നമ്മളല്ല മറ്റേ മസൂർ ദാൽ ഉണ്ടല്ലോ, അതായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശകലം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കാരണം കിഴങ്ങും പരിപ്പും കൂടെ ആയതുകൊണ്ട് നല്ലതുപോലെ കുറുകി വരുവേ. ചപ്പാത്തിക്കൊക്കെ ഇത്തിരി കുറുകിയിരിക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. ചോറിനാണെങ്കിൽ ഇത്തിരി നീട്ടിയെടുക്കാമേ. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ശകലം ഗരം മസാല പൊടിച്ചതാണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളം കുറവായതുകൊണ്ട് ഞാൻ ശകലം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ശകലം വെള്ളം, പച്ചവെള്ളം ഒഴിക്കാതെ ചൂടുവെള്ളം തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും കേട്ടോ. അപ്പം ശകലം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് കുറുകാൻ നിൽക്കണ്ടേ. അപ്പോൾ ഒരുപാട് കുറുകിയിട്ടുണ്ടെങ്കിൽ തണുക്കുമ്പോൾ നല്ലതുപോലെ കുറുകിയിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും അങ്ങ് കുറുകണ്ട, ഇത്തിരി ലൂസായിട്ട് തന്നെ എടുക്കണം കേട്ടോ. തണുക്കുമ്പോൾ റെഡിയാവുമേ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു പിടി മല്ലിയിലയും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും ഒന്ന് തിളച്ച ശേഷം ലാസ്റ്റ് നമുക്കൊന്ന് കടുക് വറുത്തെടുക്കാമേ. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് ഈ കറി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തി, നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അടിപൊളി ടേസ്റ്റ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് എത്തി മല്ലിയിലയും കൂടെ ഞാൻ വീണ്ടും ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊന്ന് കടുക് വറക്കാം. ഒരു തെടുക്കാപ്പാൻ വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പം കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ചുമന്നുള്ളിയും ഉണക്കമുളകും കരിയാപ്പിലയും ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് മൂപ്പിച്ച് കരിഞ്ഞു പോകാതെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. ഇനി ഫ്ലെയിം ഒന്ന് ഓഫാക്കിയ ശേഷം ഒരു ശകലം മുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടി. അപ്പം അത് ഫ്ലെയിം ഓഫാക്കിയ ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഇനി നമുക്ക് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടിപൊളി പരിപ്പും കിഴങ്ങും കൂടെയുള്ള കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രാവശ്യം ഇങ്ങനെ തയ്യാറാക്കി നോക്കാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി ടേസ്റ്റായിട്ട്, നമുക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുമേ. അപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.